പാലക്കാടൻ രാഷ്ട്രീയത്തിന്റെ ചുവപ്പ് കോട്ടകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് പഴയ സഖാക്കളുടെ ചില പുതിയ മുദ്രാവാക്യങ്ങളാണ്. മുൻ ഷൊർണൂർ MLA PK ശശി CPM-മായി ഔദ്യോഗികമായി ബന്ധം വേർപെടുത്തി പാലക്കാട് വിമത കൺവെൻഷനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയം ഒരേ സമയം കൗതുകത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയുമാണ് ഈ ശശിചരിതം നോക്കിക്കാണുന്നത്. മണ്ണാർക്കാട്, ചിറ്റൂർ, വടക്കഞ്ചേരി മേഖലകളിൽ നിന്നുള്ള CPM പ്രവർത്തകരുടെ അകമ്പടിയോടെ ശശി നടത്തിയ ആ മാസ് എൻട്രി സത്യത്തിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളുടെ ഒരു ബാക്കി പത്രമാണ്. പക്ഷേ കാലങ്ങളായി അധികാരത്തിന്റെ ശീതളച്ചായയിൽ കഴിഞ്ഞിരുന്ന ഒരു നേതാവ് KTDC ചെയർമാൻ സ്ഥാനം പോയപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ആദർശബോധം വെറും ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ശശി CPM-ൽ നിന്ന് ചാടിയത് മുട്ടോളമാണെങ്കിലും ആ ചാട്ടം ചെന്ന് അവസാനിക്കുന്നത് ഒറ്റപ്പാലത്തെ UDF പാളയത്തിലാണെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. ഈ രാഷ്ട്രീയ മാറ്റത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം കോൺഗ്രസിന്റെ നിലപാടാണ്. കുറച്ചു കാലം മുൻപ് വരെ ലൈംഗികാരോപണത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസ് അതേ ആരോപണ നിഴലിലുള്ള PK ശശിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് വേലി ചാടിയവന് കാല് തല്ലിയവൻ ചുമക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് തോന്നുന്നത്. 2025 ഡിസംബറിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അതേ പാതയിലൂടെ വന്ന മറ്റൊരാളെ പാലക്കാട്ടെ രക്ഷകനായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? 2018 ഒരു DYFI വനിതാ നേതാവ് നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ പാർട്ടി നടപടി നേരിടുകയും ആ കാരണത്താൽ തന്നെ 2021 CPM സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്ത ഒരാളെയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം തണലിൽ നിർത്താൻ നോക്കുന്നത്. ശശിക്കെതിരെ അന്ന് ഷൊർണൂരിലെയും ഒറ്റപ്പാലത്തെയും തെരുവുകളിൽ കറുത്ത കൊടി കാട്ടി തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്ന് അതേ ശശിക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരുന്ന ഗതികേടിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ നീക്കം വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരിഗോവിന്ദനെയോ OK ഫാറൂഖിനെയോ പോലുള്ള ശുദ്ധ പ്രതിച്ഛായുള്ള നേതാക്കളെ തഴഞ്ഞ് CPM പോലും വേണ്ടെന്ന് വെച്ച ഒരാളെ തങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന KPCC തീരുമാനത്തിനെതിരെ പ്രതിഷേധം അങ്ങനെ പുകയുകയാണ്. പഴയ ശശിക്കെതിരെ സമരം ചെയ്തവർക്ക് പുതിയ ശശിക്ക് വേണ്ടി ജയ് വിളിക്കാൻ കഴിയില്ല എന്ന പ്രാദേശിക നേതാക്കളുടെ നിലപാട് UDF-ൽ വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ടുകൾ മറിക്കാൻ മാത്രം കരുത്തനോ നിഷ്പക്ഷരുടെ വോട്ടുകൾ നേടാൻ മാത്രം ജനകീയനോ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തുന്നത് കോൺഗ്രസിന് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം G സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ വിമത സ്വരങ്ങൾക്കിടയിൽ ശശിയുടെ ഈ പരസ്യമായിട്ടുള്ള കൂടുമാറ്റം താൽക്കാലികമായൊരു അസ്വസ്ഥത നൽകുന്നുണ്ട് എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് പാർട്ടിക്കൊരു ശുദ്ധീകരണമാണ്. പഞ്ചാബി ഹൗസിലെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ പറയുന്ന ആ വിഖ്യാത ഡയലോഗ് പോലെയാണ് CPM നേതൃത്വം ഇപ്പോൾ ശശിയുടെ പുറത്തുപോക്കിനെ കാണുന്നത്. പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരായിട്ടുള്ള 5 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും കൂടെ നിർത്തി ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടുകൂടി മത്സരിക്കാൻ ഇറങ്ങുന്ന ശശിക്ക് ജനങ്ങൾ എന്ത് മറുപടിയാകും നൽകുക? ലൈംഗികാരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ പൊതുജനം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം മുന്നിൽ ഉത്തരം നൽകാൻ ശശിക്ക് കഴിയില്ല. അധികാരമോഹത്തിന് വേണ്ടി ആദർശങ്ങളെ കുഴിച്ചുമൂടി മറുകണ്ഠം ചാടിയ ശശിയുടെ ഈ രാഷ്ട്രീയ നാടകം ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട കോൺഗ്രസിന് സമ്മാനിക്കുന്നത് വലിയൊരു ദുരന്തമായിരിക്കും.